പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയക്കുറവ് മൂലം വേഗത്തിൽ വിതരണം പൂർത്തിയാക്കാനാണ് മേശ തോറും ഒന്നിച്ച് മിഠായി നൽകിയതെന്നായിരുന്നു മിഠായി വിവാദത്തിൽ വി മുരളീധരൻ MLA പ്രതികരണം. ഈ വിഷയത്തെ ചെറിയ കാര്യമെന്ന് നിസാരവൽക്കരിച്ച മുരളീധരൻ CPIM ജാതി വിദ്വേഷത്തിന് ശ്രമിച്ചു എന്നും ആരോപിച്ചു. BJPക്കെതിരെ CPIM ആയുധമാക്കുന്ന വിവാദത്തിൽ കഴക്കൂട്ടം MLAയുടെ വിശദീകരണം തൃപ്തികരമാണോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. നമ്മൾ പോകുന്നു ന്യൂസ് ആംഗിളിലേക്ക്. വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ നമുക്കിപ്പം ചേരുന്നു. ഹാൻസ്, ഗുഡ് മോർണിംഗ്. വിഷയം ഈ സ്കൂൾ പ്രവേശനോത്സവ ദിവസം നടന്ന സംഭവം, അതും മന്ത്രി തുളസി നോക്കി നിൽക്കെ നടന്ന സംഭവമാണ്. മന്ത്രി പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ്. ചിരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ നോക്കിക്കാണുകയായിരുന്നു മന്ത്രി. അവിടെയാണ് വി മുരളീധരൻ ഇത്തരത്തിലൊരു സംഭവം നടത്തിയത്. അതിലൊരു ശരികേടുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കാര്യം ആദ്യം മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശ്രീ വി ശിവൻകുട്ടി അതിനെക്കുറിച്ച് പറയുന്നു. പിന്നീട് അത് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിനെ എതിർത്തുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഒരു ദിവസത്തിനു ശേഷം മൗനം വെടിഞ്ഞു വി മുരളീധരൻ, അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണക്കെ. അദ്ദേഹം പറയുന്നത് ഇത് തന്നെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ CPIM വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. അതിനെ അങ്ങ് നിസാരവൽക്കരിക്കുകയായിരുന്നു മുരളീധരൻ. ഇന്നലെ മുരളീധരൻ കൊടുത്ത ആ ഒരു വിശദീകരണം അത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് തൃപ്തികരമാണോ? ഹാൻസ്, നിലവിൽ ഈ വിഷയം എവിടെ വരെ എത്തി? സേതു, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നതിന് ഈ തിരുവനന്തപുരം കട്ടേല റെസിഡൻഷ്യൽ സ്കൂളിലെത്തിയ വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. കാരണം കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതെ ഈ മേശപ്പുറത്ത് എടുത്തിട്ടതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഒരു ഫേസ്ബുക്ക് പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താൻ ചെയ്തത് ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഈ പരിപാടി തുടങ്ങുന്ന സമയത്താണ് സ്കൂളിലേക്ക് എത്തുന്നത്, മിഠായി വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയക്കുറവ് മൂലം പെട്ടെന്ന് വിതരണം ചെയ്യാനാണ് മേശ തോറും ഇങ്ങനെ എടുത്തിട്ടത്, അല്ലെങ്കിൽ വിതറി നൽകിയത് എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മന്ത്രി അടക്കമുള്ളവർ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കായി മിഠായി നൽകാൻ നിന്ന് കഴിഞ്ഞാൽ അത് സമയത്തെ ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ചെയ്തി തൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ CPIMനെതിരെ കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ചെറിയ കാര്യമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് ഈ കുറിപ്പിലൂടെ ഈ കാര്യത്തെ, അല്ലെങ്കിൽ ഈ വിവാദത്തെ പറഞ്ഞത്. ഒപ്പം തന്നെ ജാതി വിദ്വേഷത്തിന് നിറം CPIM നൽകാൻ ശ്രമിച്ചു, കുട്ടികളുടെ ഉള്ളിൽ കൊടും വിഷം കുത്തിനിറക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. പൊതുവെ നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഇത് തൃപ്തികരമല്ല, അല്ലെങ്കിൽ പൊതുജനങ്ങളടക്കം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം, നിരവധി മാർഗങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് തേടാൻ കഴിയുമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം ഒരു മറുപടി അല്ല ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ MLAക്ക് കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ ധൃതി കാരണമാണ്, അതല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ വിശദീകരണം. അതങ്ങനെ ഉണ്ടെങ്കിൽ ആ മുട്ടായി പാക്കറ്റുകൾ ഒന്നിച്ച് അധ്യാപകരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യങ്ങളും അവിടെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തോന്നില്ലേ?